പാഠം 119 ഒരു കൈക്കൂലി കഥ. കഷ്ടം, ഇവനെയൊക്കെ ചൂരിലടിക്കണം. എന്താണ് ഇവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് കരുതിയിരിക്കുന്നത്? നാടിനു വേണ്ടി കഷ്ടപ്പെടാൻ പാവ ഉദ്യോഗസ്ഥർ, ഒടുവിൽ പഴിയും ആ പാവങ്ങൾക്ക്. എന്താ മോനയുടെ കാര്യം? നീ ഇതവിടെ വയ്ക്ക്. നീ വാർത്ത കണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിറയെ അഴിമതിക്കാരാണെന്ന്, അവരെയൊക്കെ പുറത്താക്കണമെന്ന് പറഞ്ഞ് യുവജന മാർച്ച്. അതിനെന്താ? അമേ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എടി, 1-2 പേർ ചിലപ്പോ അഴിമതിക്കാരായിരിക്കും, പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചാലോ? 1-2 ഇതാരോടാ മോഹനട്രീ പറയുന്നത്? 1-2 അല്ല, 1000കണക്കിന് അഴിമതിക്കാരുണ്ട് നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ. എന്ന് നീ പറഞ്ഞാൽ മതിയോ? നിനക്ക് എത്ര അഴിമതിക്കാരറിയാം? ഞാൻ കൈക്കൂലി വാങ്ങി കേട്ടിട്ടുണ്ടോ? നീ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? പക്ഷെ നീയും പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ കൈക്കൂലിക്കാരാണെന്ന്. എന്തുറപ്പിൽ? വെറുതെ എടീ, നിന്നെ ഞാൻ വെല്ലുവിളിക്കാം. ആദ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഴിമതി നീ കണ്ടുപിടിക്കും. ചുമ്മാ വെറുതെ പറഞ്ഞാ പോരാ, തെളിവ് സഹിതം പിടിക്കണം. എന്നിട്ട് നീ എന്റെ മുമ്പ് വന്നാ നിന്നെ സമ്മതിച്ചേരാം. വന്നതൊരു ഫാഷനായി. സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്ന് പറയുക. ഇങ്ങനെയൊക്കെ പറയുന്നവന്റെ അച്ഛനാണ് അഴിമതിക്കാരൻ. ആഹാ, അഴിമതിക്കാരൻ. കണ്ണടച്ചിരുട്ടാക്കുന്നു. പണ്ടേ കള്ളന്മാരിങ്ങനെയാ. സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാ എന്താ? എന്തു പറ്റി? സത്യഭാമ രാവിലെ നല്ല മൂഡിലല്ലോ. ഏയ്, കുഴപ്പമൊന്നുമില്ല. സാറവിടെ? മുൻ മന്ത്രി ശിവദാസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? പുള്ളിക്കാരൻ സതുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. ഇന്ന് രാവിലെ സതുവിനെ വിളിച്ചു, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ശിവദാസിന് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും സാറ് വേണം. എനിക്കറിയാം. പണ്ട് മന്ത്രിയായിരുന്നപ്പോ പെണ്ണുകേസിൽപ്പെട്ട് പണി പോയ ശിവാനന്ദനെ ജയിലിൽ പോവാതെ രക്ഷിച്ചത് സദാനന്ദൻ സാറല്ലേ? അതെ, അത് പിന്നെ ശിവദാസൻ സാർ ഒരു അബദ്ധം പറ്റിയതാ. ഓ, അതും എനിക്കറിയാം. വക്കീലെ, ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ? അതിനാണല്ലോ ഞങ്ങൾ ഈ കടയും തുറന്നു വെച്ച് ഇവിടെ ഇരിക്കുന്നത്. എന്താ കേസ്? എന്റെ പേര് രാജപ്പൻ എന്നാണ്. ഒരു സർട്ടിഫിക്കറ്റിനായി ഞാനൊരു സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. ഒരു തരത്തിലും അവരത് തരുന്നില്ല. ഇതിന്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ സത്യഭാമേ? ഇത്രമാത്രം പറഞ്ഞാ പോരാ, വിശദമായിട്ട് പറയണം. എന്റെ പൊന്നു വക്കീലെ, സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നപ്പോ ഞാൻ 2 ക്ലർക്കുമാർക്കും പ്യൂണിനും കൈക്കൂലി കൊടുത്തു. അങ്ങനെ കടലാസ് ആഫീസറുടെ മേശയിലെത്തി. അയാള് പക്ഷേ ഒരു തരത്തിലും പറഞ്ഞിട്ട് വഴങ്ങുന്നില്ല. അന്വേഷിച്ചപ്പോ അറിഞ്ഞു ഈ ആഫീസർ ഒരു ബ്രോക്കർ വഴിയാണ് കാശ് വാങ്ങുന്നത്. ആ ബ്രോക്കറെ കണ്ട് കാശ് കൊടുത്തു. എന്നിട്ട് ശരിയാകാതെ വന്നപ്പോ പിന്നെയും ആ ബ്രോക്കറെ കണ്ടു. അയാൾ പിന്നെയും കാശ് ചോദിച്ചു. കാര്യം നടന്നതുമില്ല. 3ാമത് കണ്ടപ്പോഴും ബ്രോക്കർക്ക് കാശ് വേണം. അതെങ്ങനെ ശരിയാവും വക്കീലെ? ചേട്ടനൊന്നിങ്ങ് വന്നേ, വാ. ഈ കേസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ആഫീസർ രാജപ്പൻ ചേട്ടനോട് കൈക്കൂലി ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നുള്ളത് ആ ബ്രോക്കറാണ്. ബ്രോക്കർക്ക് കാശ് കൊടുത്തതിന് ചേട്ടന്റെ കയ്യിൽ തെളിവ് വല്ലതുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെന്ത് ചെയ്യും? അപ്പൊ വക്കീല് പറയുന്നത് ഈ രാജ്യത്ത് എന്ത് അക്രമം നടന്നാലും സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ? കോടതി പോലും നമ്മുടെ കൂടെ നിൽക്കില്ല?
കോടതിക്ക് തെളിവില്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവിടെ തെളിവാണ് മുഖ്യം. ആള് കൊള്ളാമല്ലോ. ഇവിടിപ്പോ രാജപ്പ ചേട്ടൻ പറഞ്ഞ ഓഫീസർ ഭയങ്കര ബുദ്ധിമാനാ. കൈക്കൂലി വാങ്ങാൻ ബ്രോക്കറെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ഓഫീസറെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ, ചതിക്ക് ചതി. ചേട്ടന് പറ്റുമോ? എങ്ങനെ? ആ, നേരെ പോയി വിജിലൻസുകാർക്ക് ഒരു പരാതി കൊടുക്കണം. ഈ ഓഫീസർ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ വിജിലൻസുകാർ കുറെ നോട്ട് തരും, ഈ പൊടിയിട്ട നോട്ട്. ആ നോട്ട് എങ്ങനെയെങ്കിലും ആ ഓഫീസറുടെ കയ്യിൽ എത്തിച്ചാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നോട്ട് അയാൾ വാങ്ങിയാൽ അയാളുടെ കയ്യിൽ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ നിറം മാറും. പക്ഷെ നോട്ട് അയാൾ വാങ്ങിച്ചില്ലെങ്കിലോ? അതാ പറഞ്ഞത് ചതിക്ക് ചതിയെന്ന്. വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണെന്ന് പറഞ്ഞ് നോട്ട് ഓഫീസറുടെ കയ്യിൽ കൊടുക്കണം. ഈ ഓഫീസറുടെ അയൽവക്കത്തുള്ള ആരുടെയെങ്കിലും പേര് കണ്ടുവച്ചാ മതി. പോകുന്ന വഴിക്ക് ഇതാ വീട്ടിലൊന്ന് കൊടുത്തേക്കാവോ എന്ന് ചോദിക്കണം. അപ്പോ ഓഫീസർ ആ നോട്ട് വാങ്ങും. ബാക്കി അവര് വിജിലൻസുകാർ നോക്കിയോളും. ഇത് ഞാൻ ഏറ്റുവെക്കില്ലേ. അവനെ കോടതി കയറ്റി അവന്റെ ജോലി കളയാതെ ഇനി ഞാൻ പിന്നോട്ടില്ല. വക്കീല് നോക്കിയോ? സത്യഭാമ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ചെയ്യാത്തതാണല്ലോ. ഇന്നെന്തു പറ്റി? രാവിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുക, ഈ ലോകത്തിലുള്ള സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഡീസന്റ് ആണെന്ന്. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തിയത് തെളിവ് സഹിതം പിടിക്കാൻ വെല്ലുവിളിച്ചു. ശരിയാക്കി കൊടുക്കാം. ഞാനായിട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് വേണം എനിക്ക് മോഹനയുടെ മുന്നിൽ പോയി ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. രായപ്പനല്ലേ അത്? ഇവനെന്താണ് വക്കീൽ ആഫീസ് കാര്യം? സംഗതി കുഴപ്പമാണല്ലോ. നോക്കിയിട്ട് തന്നെ വേറെ കാര്യം. വക്കീലേ, ആ രായപ്പ ഇവിടെ വന്നെന്തിനാ? വക്കീലാഫീസ് സാധാരണ ആളുകൾ വരുന്നെന്തിനാ? കേസിനെ പറ്റി സംസാരിക്കാൻ. ഏത് കേസിനെ പറ്റി? ഉത്തമൻ എന്തിനാ അതൊക്കെ അറിയുന്നത്? എന്നെ കാണാൻ ഒരു ദിവസം എത്ര പേര് വരുന്നു? അവരുടെയൊക്കെ കാര്യം ഉത്തമനോട് പറയേണ്ട കാര്യമുണ്ടോ? വക്കീലെ, തമാശ കളിക്കാതെ കാര്യം പറ. ഉത്തമൻ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വക്കീലിന് അറിയാലോ. അയാൾ എന്തോ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഏതൊരു സർക്കാർ ഓഫീസിൽ ചെന്നു. ഓഫീസിലുള്ള ഓരോരുത്തരും ഓരോ തടസ്സം പറഞ്ഞ് മെനക്കെടുത്തി. ഒടുവിൽ ആരോ അയാൾക്ക് പറഞ്ഞു കൊടുത്തു സർക്കാർ ഓഫീസിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണമെന്ന്. എന്നിട്ടെന്താ? അയാൾക്ക് കാര്യം നടന്നല്ലേ പറ്റൂ. അയാൾ ഓഫീസിലുണ്ടായിരുന്ന 2 ക്ലർക്കുമാർക്കും പിയൂണിനും കൈക്കൂലി കൊടുത്തു. അങ്ങനെ കടലാസ് ഓഫീസറുടെ മേശയിലെത്തി. പക്ഷേ ഓഫീസർ ഒപ്പിട്ടില്ല. ഓരോ ദിവസവും ഓരോ തടസ്സം പറയും. അങ്ങനെ സഹി കെട്ടപ്പോൾ കൈക്കൂലി വാങ്ങിയ ക്ലാർക്കിനോട് രാജപ്പൻ കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഓഫീസർക്ക് കൈക്കൂലി വാങ്ങാനായി ഒരു ബ്രോക്കർ ഉണ്ടെന്ന്. രാജപ്പൻ ബ്രോക്കറെ പോയി കണ്ടു. ബ്രോക്കർ രാജപ്പന്റെ കയ്യിൽ നിന്ന് ഓഫീസർക്ക് കൊടുക്കാനുള്ള കാശ് വാങ്ങിക്കാണും. അല്ല, ബ്രോക്കർ അല്ലേ, വാങ്ങുമല്ലോ. പക്ഷേ കാശ് കൊടുത്തിട്ട് കാര്യം നടന്നില്ല. രാജപ്പൻ വീണ്ടും ബ്രോക്കറെ പോയി കണ്ടു. അപ്പോ അയാള് പറയുക കാശ് ഇനിയും വേണ്ടി വരുമെന്ന്. അത്യാവശ്യമായിരുന്നതുകൊണ്ട് രാജപ്പൻ വീണ്ടും കാശ് കൊടുത്തു. പക്ഷെ എന്നിട്ട് കാര്യം നടന്നില്ല. അതെങ്ങനെ ഉത്തമൻ അറിയാം? അല്ല, കാര്യം നടന്നെങ്കിൽ പിന്നെ രായപ്പന്റെ വക്കീലിനെ കാണേണ്ട കാര്യമില്ലല്ലോ. രാജപ്പൻ മൂന്നാമത് ബ്രോക്കറെ കണ്ടപ്പോൾ അയാൾ പിന്നെയും കാശ് ചോദിച്ചു. അതോടെ സംഗതി തട്ടിപ്പാണെന്ന് രാജപ്പന് മനസ്സിലായി. ആ ഓഫീസർക്കെതിരെ കേസ് കൊടുക്കാനാണ് രാജപ്പൻ വന്നത്. എന്നിട്ട് വക്കീലെന്താ പറഞ്ഞു? ഞാനെന്ത് പറയാം? ഒരു തെളിവുമില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല.
ഒരിക്കലും പറ്റില്ല. ഞാൻ അയാളോട് പറഞ്ഞു പോയി തെളിവ് കൊണ്ടുവരാൻ. എങ്ങനെ? ആ ആഫീസർക്ക് കാശ് കൊടുത്ത് അയാളെ വിജിലൻസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ പറഞ്ഞു. എന്താ ചിരിക്കുന്നത്? രായപ്പനല്ല അവന്റെ അപ്പം ബ്രഹ്മാവ് വിചാരിച്ചാലും ആഫീസറെ കൈക്കൂലി വാങ്ങൂലല്ലോ, പിന്നെ എങ്ങനെ പിടിപ്പിക്കും? അതിനുള്ള വഴി ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് വഴി? വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് വിജിലൻസുകാർ തരുന്ന പണം ആഫീസറുടെ കയ്യിലും കൊടുക്കാൻ. പണം ഓഫീസർ വാങ്ങിയാൽ അയാൾ പെട്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു. അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി. 2 പക്ഷിയോ? വക്കീലിന് ഒറ്റയടിക്ക് 2 കേസല്ലേ കിട്ടുന്നത്? ഏത് 2 കേസ്? അതായത് അറസ്റ്റിലാകുന്ന ആഫീസറെ ജാമ്യത്തിലെടുക്കാൻ വക്കീലിന് പോവേണ്ടി വരുമല്ലോ. എന്റെ പട്ടി പോവും. അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനേ ഈ സത്യഭാമയെ കിട്ടില്ല. ശരിയാണ്. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ സ്വന്തം ഭർത്താവായാൽ എന്ത് ചെയ്യും? രായപ്പൻ പറഞ്ഞ ആഫീസർ മോഹനേഷ് സാറാണ്. ഓ, സാറ് കൈക്കൂലി വാങ്ങാത്തോണ്ട് ഞാനാണ് ബ്രോക്കറെന്നും പറഞ്ഞ് കാശ് വാങ്ങിയത്. സാറ് സംഭവം അറിഞ്ഞിട്ടില്ല. സത്യം. എങ്ങനെയെങ്കിലും സാറിനോട് സ്നേഹം ഭാവിച്ച് കൂടെ കൂടി സർട്ടിഫിക്കറ്റ് ശരിയാക്കാന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സാർ ഒരു വിധത്തിൽ ഒപ്പിടൂല. ഞാനെന്ത് ചെയ്യും? എനിക്ക് ഒറ്റയടിക്ക് 2 കേസ് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ഈ രണ്ടാമത്തെ കേസ് ഏതാണാവോ? ആദ്യത്തെ കേസ് വാദിച്ച് വക്കീല് സാറിനെ ജാമ്യത്തിൽ ഇറക്കുമല്ലോ. പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും സാർ അറിയും രാജപ്പനെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് വക്കീലാണെന്ന്. അതോടെ മോഹനേഷ് സാറ് വക്കീലിന് ഡൈവേഴ്സ് നോട്ടീസ് അയക്കും. വക്കീലായതുകൊണ്ട് ആ കേസ് സ്വയം ഒന്ന് വാദിക്കാലോ. അതാണ് രണ്ടാമത്തെ കേസ്. വക്കീൽ എങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും രായപ്പനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തടഞ്ഞില്ലെങ്കിൽ സാറകത്ത് പോവും. ദാ പോണ് താഴെ. വെള്ളം വേണോ? ഒന്നും ചെയ്യല്ലേ. ഈ രാജപ്പൻ എങ്ങനെ തടയും? അതിനെക്കുറിച്ച് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. വാ.